ഹായ്, ഇന്നത്തെ വീഡിയോ IVF പ്രൊസീജിയറിനെ കുറിച്ച്. IVF പ്രൊസീജിയർ തുടങ്ങുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 10 days ഇഞ്ചക്ഷൻസ് ഉണ്ടാവും. അത് തൊലിക്കടിയിൽ എടുക്കുന്ന ചെറിയ നീഡലുള്ള ഇഞ്ചക്ഷൻസ് ആയിരിക്കും. ഒരു 6th day കഴിയുമ്പോൾ 2 ഇഞ്ചക്ഷൻസും അതിന് മുമ്പ് 1 ഇഞ്ചക്ഷൻ. അതിനിടയ്ക്ക് നമ്മൾ അൾട്രാസൗണ്ട്സും കുറച്ച് ബ്ലഡ് ടെസ്റ്റും ചെയ്ത് മോണിറ്ററിംഗ് ചെയ്യും. ഫോളിക്കിൾസ് നമുക്ക് വേണ്ടി അത്രയും ഗ്രോത്ത് ആയി കഴിഞ്ഞ് നമ്മളൊരു മെച്ചുറേഷൻ ആവാൻ ഒരു ഇഞ്ചക്ഷൻ, അതിനെ പറയും ട്രിഗർ ഇഞ്ചക്ഷൻ. ഈ ട്രിഗർ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 36 hours കഴിഞ്ഞായിരിക്കും നമ്മുടെ സൈഡ് പിക്കപ്പ് നമ്മൾ വെക്കും. സൈഡ് പിക്കപ്പ് അനസ്തീഷ്യയിൽ ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ഡേ കെയർ പ്രൊസീജിയർ ആണ്. അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡിസ്ചാർജും ആവും. അപ്പം സൈഡ് പിക്കപ്പ് കഴിഞ്ഞ് നമ്മൾ ICSI ഇല്ലെങ്കിൽ IVF ചെയ്യുന്നതായിരിക്കും ഹസ്ബൻഡ് ഫേംസ് യൂസ് ചെയ്തിട്ട്. അപ്പൊ ഡേ 3 എംബ്രിയോസ് എത്രയുണ്ട്, അതിന്റെ ക്വാളിറ്റി എന്താണ്, അത് നിങ്ങളോട് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ അതിനെ ഡേ 5 കൾച്ചർ ചെയ്യും. ഡേ 5 എത്ര നമ്പർ ഓഫ് എംബ്രിയോസ് ഉണ്ട്, അതിന്റെ ക്വാളിറ്റി എന്താണ്, അത് നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. പിന്നെ മോസ്റ്റ്ലി നമ്മൾ ചില അപൂർവ സിറ്റുവേഷൻസ് അല്ലാതെ ഈ എംബ്രിയോസിനെ നമ്മൾ ഫ്രീസ് ചെയ്യും. എന്നിട്ട് പിന്നെ 1 or 2 പീരിയഡ്സ് കഴിഞ്ഞ് അക്കോർഡിംഗ് ടു പേഷ്യൻസ് നീഡ്സ് വേറെ വല്ല പ്രൊസീജിയർ ഇതിനിടയ്ക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ എൻഡോമെട്രിയം പ്രിപ്പയർ ചെയ്തിട്ട് അതിന്റെ ഒരു തിക്നെസ് ഒക്കെ നോക്കി അപ്രോപ്രിയേറ്റ് ഹോർമോൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ട്രാൻസ്ഫർ പ്ലാൻ